കൂറ്റനാട്ടെ ടേക്ക് എ ബ്രേക്ക് കെട്ടിട പരിസരം ഇന്നൊരു മിനി ബാർ സെറ്റപ്പിലാണ്. പൊതുഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പൊതുജനത്തിന് ഉപകാരപ്രദമായി മാറിയില്ലെങ്കിലും മദ്യപാനികൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും താവളമൊരുക്കുന്ന കാഴ്ചയാണ് ഇവിടെ എത്തിയാൽ നമുക്ക് കാണാനാവുക. ദീർഘദൂര വഴിയാത്രക്കാർക്ക് ആശ്വാസമേകാൻ 40 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഇന്ന് ആശ്വാസം നൽകുന്നത് മദ്യപ സംഘങ്ങൾക്കും സാമൂഹ്യ വിരുദ്ധർക്കുമാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ലഹരി നുണയാനെത്തുന്നവരുടെ ഇഷ്ടതാവളമാണ് ഈ കെട്ടിട പരിസരം. കെട്ടിടത്തിന്റെ പുറകുവശത്ത് എത്തിയാൽ പിന്നെ 4 വശത്തു നിന്ന് നോക്കിയാലും ഇവിടെ മനുഷ്യരുണ്ടെന്ന് പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാനാവില്ല. ഈ അനുകൂല സാഹചര്യം മുതലെടുത്താണ് ഈ സ്ഥലം ഇപ്പോൾ ഇത്തരം സംഘങ്ങൾ താവളമാക്കുന്നതും. മദ്യപിച്ച ശേഷം ഇവർ വലിച്ചെറിയുന്ന കുപ്പികളും ഗ്ലാസുകളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതാണ് ഇവിടെ എത്തിയാൽ നമുക്ക് കാണാനാവുക. 2016 ഫെബ്രുവരി 28-നാണ് അന്നത്തെ ടൂറിസം മന്ത്രി A.P. അനിൽകുമാർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷത്തോളമായിട്ടും അധികൃതരുടെ പിടിപ്പുകേട് മൂലം ഈ കെട്ടിടം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നുമുതൽ ഇന്നുവരെ ഒരൊറ്റ ദിവസം പോലും പ്രവർത്തിക്കാതെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ വിശ്രമ കേന്ദ്രം. പാലക്കാട് ജില്ലയ്ക്ക് ആദ്യം അനുവദിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതി കൂടിയാണ് കൂറ്റനാട്ടിലേത് എന്നും ശ്രദ്ധേയമാണ്. ഇത്രയും വലിയൊരു പദ്ധതി തടസ്സമില്ലാതെ നടപ്പിലാക്കാൻ സാധിക്കാതിരുന്നതും അത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയതും നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പൊതുഖജനാവിൽ നിന്നും 40 ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഈ പൊതുമുതൽ നിലവിൽ മദ്യപന്മാർക്കും സാമൂഹ്യ വിരുദ്ധർക്കുമാണ് തണലായി മാറുന്നത്.